ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ചക്കക്കുരു മാങ്ങയും മുരിങ്ങയും കായി ഇട്ടിട്ടുള്ള കറി നോക്കിയാലോ. അതിനായിട്ട് ഈ തോല് ചെത്തി വെച്ചിട്ടുള്ള കുറച്ച് മാങ്ങ എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക. ഒപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചക്കക്കുരു ഇട്ട് വയ്ക്കുക. ഞാനിവിടെ കുക്കറിലാണ് ഇട്ട് വയ്ക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതുപോലെ ഒരു 2 ഗ്ലാസ് വെള്ളം ഇട്ടോ. ഇത് വേവിക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, വേവിച്ചെടുക്കുക. ഇത് വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മുരിങ്ങക്കായ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം മുരിങ്ങക്കായ പെട്ടെന്ന് വെന്ത് പോകുന്നത് കൊണ്ട് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് മുരിങ്ങക്കായ ഇട്ട് നന്നായിട്ട് വെന്ത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങയും ജീരകവും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറി അവിടെ തിളച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ അരപ്പ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. അതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇത്തിരി കടുകും അതുപോലെ നമ്മുടെ ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ വറവിനെ നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.